നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPL ആരംഭിക്കുന്നു. നാളെ ഉദ്ഘാടന മത്സരത്തിൽ RCBയും SRHും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഓരോ IPLലും കഴിഞ്ഞ 4-5 വർഷക്കാലമായിട്ട് നമ്മൾ പവർ റാങ്കിങ് അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇത്തവണത്തെ പവർ റാങ്കിങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓപ്ഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ കൃത്യമായി ഓരോ ടീമിനെയും വിലയിരുത്തിക്കൊണ്ട് പവർ റാങ്കിങ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ സാഹചര്യങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ട്രേഡുകൾ, അതിനുശേഷം നടന്ന ട്രേഡുകളുണ്ട്. അതുപോലെ തന്നെ ചില താരങ്ങളുടെ പരിക്കും മറ്റു കാര്യങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ റാങ്കിങ്ങിൽ നിന്ന് വ്യത്യസ്തമാണിപ്പോൾ. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഓരോ റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോഴും നമ്മൾ പവർ റാങ്കിങ് പുറത്തുവിടാറുണ്ട്. അത് നമ്മുടെ ഒരു അനാലിസിസൊക്കെ വെച്ച് നമ്മൾ അവതരിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടോ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഓരോ ആരാധകർക്ക് അവരുടെ ഫേവറേറ്റ് ടീം ഉണ്ടാവും. അപ്പോൾ ആ ടീം പവർ റാങ്കിൽ ഒന്നാമത് വന്നില്ല, രണ്ടാമത് വന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വർഷങ്ങളിലും നല്ല രൂപത്തിൽ ഹെയ്റ്റ് കമൻറ്റുകൾ വരാറുണ്ട്. ഇത്തവണയും നമ്മളതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ നോക്കി ചെയ്യാൻ പറ്റില്ല. ഓരോ ടീമിൻ്റെയും പ്രകടനങ്ങളും അവരുടെ നിലവിലെ ഫോമും ഒക്കെ നോക്കിയിട്ടേ നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ആദ്യം നിന്ന് പറയട്ടെ. പിന്നെ പവർ റാങ്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിലവിൽ ഏറ്റവും കൂടുതൽ കിരീട സാധ്യത ആർക്കാണ്, അതാണ് നമ്മൾ നോക്കുന്നത്. 10 ടീമുകളുടെ റാങ്കിങ് വരുമ്പോൾ 10ാമത് പറയുന്ന ടീമിന് കിരീട സാധ്യത കുറവാണ് എന്നതാണ് നമ്മളതിൽ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾക്ക് കാര്യം വ്യക്തമാവുന്നു എന്ന് കരുതുകയാണ്. വർഷങ്ങളായിട്ട് ചെയ്യുന്നതുകൊണ്ട് സുഹൃത്തുക്കൾക്ക് അറിയാം, ഓരോ കളി കഴിയുമ്പോഴും മാറും, ഓരോ റൗണ്ട് കഴിയുമ്പോഴും. അപ്പോൾ ഇല്ലടാ താൻ കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ മറ്റേ ടീമിന് ഒന്നാമതാക്കി, ഇപ്പോൾ എന്താടാ ഉറച്ച് നിൽക്കടാ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ അതിൽ സാധാരണ തമാശയായി പറയുന്നത് ഫെവിക്കോളിൻ്റെ പരസ്യമില്ല, ഇങ്ങനെ ഉറപ്പിച്ച് വെക്കാൻ ഓരോ കളിയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ കൂടെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് IPLൻ്റെ ഇത്തവണത്തെ ആദ്യത്തെ പവർ റാങ്കിങ്ങിലേക്ക് കടക്കുകയാണ്. 10ാമത് ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത ഇപ്പോൾ നമ്മൾ കാണുന്നത് രാജസ്ഥാൻ റോയൽസിനാണ്. RR കഴിഞ്ഞ തവണ സഞ്ജു സാംസൺ അവിടെ കളിച്ചിരുന്നു. സുഹൃത്തുക്കൾക്കറിയാം, കഴിഞ്ഞ തവണ അത്ര മികച്ചൊരു പെർഫോമൻസ് അല്ല അവർ നടത്തിയത് എന്നുള്ളതും നമുക്കറിയാവുന്നതാണ്. സോ ഇത്തവണ കുമാർ സംഗക്കാര അവരുടെ കോച്ചായിട്ട് വീണ്ടും എത്തിയ ഒരു സന്ദർഭം ടീമിനെ നമ്മളെടുത്ത് നോക്കുമ്പോൾ അത്ര വലിയ ഒരു പ്രതീക്ഷ വെക്കാനുള്ള വഴിയുണ്ടോ എന്നതൊരു ചോദ്യം തന്നെയാണ്. അവരുടെ ബൗളിംഗ് ഒക്കെ എടുത്ത് നോക്കിയാൽ പ്രധാനമായിട്ടും ജോഫ്രെ ആർച്ചറാണ് അവരുടെ കുന്തമുനയായിട്ട് അവർ കാണുന്നത്. ആർച്ചർ ഇപ്പോൾ സമീപകാലത്തൊക്കെ വളരെ വളരെ എക്സ്പെൻസീവായിട്ട് ആണ് പന്തെറിഞ്ഞത്. ഈ കഴിഞ്ഞ T20 വേൾഡ് കപ്പൊക്കെ ഒന്ന് നോക്കിയാൽ മതി. പിന്നെയുള്ളത് ആന്ദ്രെ ബർഗറും കാനം അപ്പാക്കയും ഒക്കെയാണ് അവരുടെ വിദേശ പേസർമാരായിട്ടുള്ള ആദം മിൽനയും കൂടെയുണ്ട്. ബൗളിങ്ങിന് അവർ പ്രധാനമായിട്ടും സ്പിൻ ബൗളിങ്ങിന് രവി ബിഷ്ണോയിയാണ് എത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിഘ്നേഷ് പുത്തൂർ അവിടെ കളിക്കുന്നു എന്നുള്ളത് കൊണ്ട് മലയാളി താരങ്ങൾക്ക്, മലയാളി ആരാധകർക്കൊരു കൂടുതൽ താല്പര്യം അവിടെ ഉണ്ടാവും. സന്ദീപ് ശർമ്മ പതിവ് പോലെ ഡെത്ത് ഓവറുകളിൽ പന്തെറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹമുണ്ട്. അപ്പോൾ ബൗളിങ് ഒരു ആവറേജ് എന്ന് പറയാവുന്ന തരത്തിലാണ് അവരുള്ളത്. പിന്നെയുള്ള ശക്തി എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ബാറ്റിംഗ് സെൻസേഷൻ വൈഭവ് സൂര്യവംശി. വൈഭവിൻ്റെ ഇന്ന് 15 വയസ്സ് തികഞ്ഞ വൈഭവിൻ്റെ വെടിക്കെട്ടിലാണ് അവർക്ക് വലിയ പ്രതീക്ഷയുള്ളത്. ഒപ്പം യശസ്വി ജയ്സ്വാളുമുണ്ട്. കൂടാതെ ഷിംറോൺ ഹെറ്റ്മയർ ഇപ്പോൾ നല്ല ഫോമിലാണ്. പക്ഷേ അവിടെ ചോദ്യം എപ്പോഴും ഹെറ്റ്മയറിനെ നമ്പർ 3യിലാണ് വെസ്റ്റ് ഇൻഡീസ് ഉപയോഗപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഇവിടെ ഏത് പൊസിഷനിൽ അദ്ദേഹത്തെ കളിപ്പിക്കുമെന്ന ചോദ്യം ഉണ്ട്. ആ ഒരു ഫിനിഷറായിട്ട് തന്നെ ആയിരിക്കുമോ വീണ്ടും ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. റിയാൻ പരാഗ് ക്യാപ്റ്റൻ ഓൾറൗണ്ടറായിട്ട്, അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ അങ്ങോട്ടേക്ക് എത്തുന്നത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഗുണം ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ജഡേജ പഴയ ജഡേജ അല്ല T20 എന്നുള്ളത് കഴിഞ്ഞ IPLലൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ അവർ വളരെ പ്രതീക്ഷയോടുകൂടി ട്രേഡ് ചെയ്തെത്തിച്ച മറ്റൊരു താരം സാം കറണായിരുന്നു. അദ്ദേഹം റൂൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ദാസുൻ ഷനാക്കയാണല്ലോ അപ്പോൾ പകരം വന്നിട്ടില്ല. മൊത്തത്തിൽ നോക്കുമ്പോൾ ഓക്കെ ഒരു ഫീലുണ്ട്, എങ്കിൽ പോലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 9ാം സ്ഥാനത്താണ് GT ആണ് 9ാം സ്ഥാനത്ത്. ആ ഒരു ലേലം കഴിഞ്ഞ സമയത്ത് നമ്മൾ ഇട്ട പവർ റാങ്കിങ്ങിലും ഇതുപോലെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസ് നമ്മൾ 9ാം സ്ഥാനമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും അവരുടെ ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ല്, ഒപ്പം അവർക്ക് സായ് സുദർശനുണ്ട്. സായ് സുദർശനും ശുഭ്മൻ ഗില്ലും ചേർന്നുള്ള ബാറ്റിംഗ് കൂട്ടുകെട്ടിലാണ് അവർക്ക് വലിയ പ്രതീക്ഷ. അതുപോലെ തന്നെ വാഷിങ്ടൺ സുന്ദറിൻ്റെ ഒരു സാന്നിധ്യം
പിന്നെ വിദേശ താരം ജെയ്സൺ ഹോൾഡർ, ബൗളിങ്ങിനാണെങ്കിൽ റാഷിദ് ഖാൻ, രാഹുൽ തവാറ്റിയൊക്കെ സ്ഥിരം ഏത് രൂപത്തിലുള്ള പെർഫോമൻസ് നടത്തും എന്ന് നമുക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. ജോസ് ബട്ട്ലർ ഇപ്പോൾ വളരെ ഫ്ലോപ്പായിട്ടുള്ളൊരു പെർഫോമൻസാണ് വേൾഡ് കപ്പിൽ നടത്തിയത് എന്നത് മറക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിലാണ് അവരുള്ളത്. ബൗളേഴ്സിൻ്റെ കാര്യത്തിൽ പ്രസിദ്ധ് കൃഷ്ണ, മുഹമ്മദ് സിറാജ്, ഇഷാന്ത് ശർമ്മ ഇങ്ങനെയുള്ള ഇന്ത്യൻ ബൗളർമാർ, പിന്നെ കാഗിസോ റബാദ, ലൂക്ക് വുഡ് തുടങ്ങിയ വിദേശ ബൗളർമാരൊക്കെയാണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്കത്ര ഒരു വലിയ കിരീട സാധ്യത ഇത്തവണ അവർക്ക് കാണുന്നില്ല. അതുകൊണ്ടാണ് നമ്മളവരെ 2ാം സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നത്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും കമൻറ്റ് ബോക്സ്. 2ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ താഴ്ന്ന 2ാം സ്ഥാനത്ത്. ഓക്കെ, അതായത് ഇനി അതിലൊരു കൺഫ്യൂഷൻ വേണ്ട. 9ാം സ്ഥാനം, മുകളിൽ നിന്ന് 9ാം സ്ഥാനത്ത് അവർ. 10ാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസും, 9ാം സ്ഥാനത്ത് GTയും, 8ാം സ്ഥാനത്ത് LSG. ഇതും നമ്മുടെ ഓപ്ഷൻ കഴിഞ്ഞ വാടക ഇട്ട പവർ റാങ്കിങ്ങിൽ ഉണ്ടായിരുന്ന അതേ സ്ഥാനം തന്നെയാണ്. 8ാം സ്ഥാനത്ത് ലക്നൗ സൂപ്പർ ജയൻസ്. സോ ഋഷഭ് പന്തിൻ്റെ ടീമിൽ വലിയ പ്രതീക്ഷ വെക്കുന്നവരുണ്ടാവും. പന്തിൻ്റെ ആരാധകർ ഒരുപാടുള്ളതാണ്. പന്ത് ഇത്തവണ നമ്പർ 3യിൽ കളിക്കും എന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള വിവരം. എന്നാലും അവരുടെ ടീമിൻ്റെ ഒരു കാര്യം നോക്കുമ്പോൾ ഏഡൻ മൾക്രം പ്രധാന ബാറ്റിങ്ങിനെ ഒരു ഉപയോഗപ്പെടുത്താൻ സാധ്യതയുള്ള താരം ഏഡൻ മൾക്രം. അതുപോലെ തന്നെ പിന്നെ മറ്റ് ഓൾറൗണ്ടർമാരുടെ നിരയിൽ വാലന്തു ഹസരംഗ ഇതുവരെ സ്ക്വാഡിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് ഫിറ്റ്നസ് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ആ ഒരു ക്ലിയറൻസ് ലഭിച്ചിട്ടില്ല. മിച്ചൽ മാർഷ് അവിടെയുണ്ട്. പിന്നെ ഉള്ളത് ആയുഷ് ബദോനി. അവർ അർജുൻ തെണ്ടുൽക്കറിനെ ട്രേഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഏതായാലും മാത്യു ബ്രീഡ്സ്കെ, പിന്നെ നിക്കുളാസ് പൂഡൻ, ജോഷ് ഇംഗ്ലീസ്, ഋഷഭ് പന്ത്, അപ്പോൾ അങ്ങനെയുള്ള വെടിക്കെട്ട് താരങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതും മറക്കുന്നില്ല. ബൗളിങ്ങിൽ പ്രധാനമായിട്ടും അവർ മുഹമ്മദ് ഷാമിയെ ട്രേഡിലൂടെ എത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അവരുടെ ഒരു പ്രതീക്ഷ. പിന്നെ അൻഡ്രിക് നോർക്കി എപ്പോഴും ഇഞ്ചുറി പ്രോണാണ് ആൾ. എത്ര മത്സരങ്ങൾ കളിക്കും എന്നുള്ളത് എപ്പോഴും ഒരു ആശങ്കയുണ്ടാകുന്ന കാര്യം തന്നെയാണ്. പിന്നെ ആവേശ് ഖാനും പ്രിൻസ് യാദവും മോഹസിൻ ഖാനും ദിഗ്വേഷ് റാത്തിയും ഒക്കെ, മണിമാരൻ സിദ്ധാർത്ഥും ഒക്കെയാണ് അവരുടെ ബൗളിങ്ങിനുള്ളത്. ഏതായാലും നമ്മൾ വലിയ ഒരു മുന്നോട്ട് പോക്കിൻ്റെ സാധ്യത ഇപ്പോൾ എന്തായാലും കാണുന്നില്ല. ബാക്കി ആദ്യ റൗണ്ട് കളി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാൻ പറ്റും. 7ാമതാണ് KKR. നേരത്തെ നമ്മൾ പവർ റാങ്കിങ് ആദ്യം ഓപ്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ 5ാം സ്ഥാനത്താണ് KKRന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കുറേ മാറ്റങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ അർഷിദ് റാണ കളിക്കില്ല, റൂൾഡ് ഔട്ടായി. അതുപോലെ തന്നെ അവർക്ക് ബൗളിങ്ങിന് നല്ല രൂപത്തിൽ തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. മുസ്തഫിസുർ റഹ്മാനെ ഒഴിവാക്കി, ഒരു വലിയ തുക കൊടുത്ത് കൊണ്ടുവന്നതാണ്. ആ മുസ്തഫിസുർ റഹ്മാനെ ഒഴിവാക്കേണ്ടി വന്നു. പകരം ബ്ലസിംഗ് മുസറബാനിയെ കൊണ്ടുവന്നു. പതിരാനയ്ക്ക് ഇതുവരെ ആ ഒരു ക്ലിയറൻസ് ലഭിച്ചിട്ടില്ല, NOC കിട്ടിയിട്ടില്ല ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ ഒരു ടെസ്റ്റിന് വിധേയനായിട്ടില്ല, ഫിറ്റ്നസ് ടെസ്റ്റിന് വിധേയനായിട്ടില്ല. ആകാശ് ദീപ് പരിക്കേറ്റ് പുറത്തായി. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ബൗളിങ്ങിന് വലിയ രൂപത്തിൽ തിരിച്ചടി പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. മോശമല്ലാത്ത ബാറ്റിംഗ് നിരയുണ്ട്, അത് തർക്കമൊന്നുമില്ല. പക്ഷേ ബൗളിങ് ദുർബലമായി പോയി എന്നുള്ളത് കൊണ്ടാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നമ്മുടെ പവർ റാങ്കിങ്ങിൽ താഴേക്ക് മാറ്റാൻ കാരണം. നേരത്തെ 5ാമതുണ്ടായിരുന്ന അവരിപ്പോൾ, നേരത്തെ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കഴിഞ്ഞ പാടെ, ഇപ്പോൾ അവർ 7ാം സ്ഥാനത്തേക്ക് വീണ് പോയിട്ടുണ്ട്. അവരുടെ നായകൻ അജിങ്ക്യ രഹാന തന്നെയാണ് ഇത്തവണ. റിങ്കു സിംഗിനെ വൈസ് ക്യാപ്റ്റനായിട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. പിന്നെ അവർക്ക് പ്രതീക്ഷ റോമൻ പവലിൻ്റെ വെടിക്കെട്ട്, ഫിനാലനൊക്കെ മികച്ച ഫോമിലാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രതീക്ഷകൾ അവർക്കുണ്ട്. എന്നാൽ പോലും എത്ര ദൂരം അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളത് കണ്ടറിയണം. പിന്നെ വലിയ പ്രതീക്ഷയോടുകൂടി അവരെത്തിച്ച ക്യാമറൻ ഗ്രീനുണ്ട്. സുനിൽ നാരായൺ പതിവ് പോലെ അവരുടെ നിരയിൽ തന്നെയുണ്ട്. ഇപ്പോൾ ആന്ധ്ര റസലിൻ്റെ ആ ഒരു പെർഫോമൻസ് അത് ക്യാമറൻ ഗ്രീനിലൂടെ അവർക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. റസൽ ഉണ്ടാക്കിയിരുന്ന ഇമ്പാക്റ്റൊക്കെ എല്ലാവർക്കും അറിയാലോ. രമൺദീപ് സിംഗ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ഫ്ലോപ്പായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഏതായാലും സിഫേർട്ടും അലനും ന്യൂസിലാൻഡിന് വേണ്ടിയിട്ട് ഈ വേൾഡ് കപ്പിൽ പൊളിച്ചടുക്കിയവരാണ്. അവർ രണ്ടുപേരും എങ്ങനെ അവർ രണ്ടുപേരെയും ഒരുമിച്ച് 11 ഇറക്കാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയണം. ഇറക്കുകയാണെങ്കിൽ അവരെങ്ങനെ പെർഫോം ചെയ്യും എന്നൊക്കെയാണ് ചോദ്യം. എന്നാലും ബൗളിങ്ങിലാണ് അവർക്ക് ഇപ്പോൾ അടി കിട്ടിയിരിക്കുന്നത്. ഏതായാലും നവദീപ് സൈനിയെ അവർ റീപ്ലേസ്മെൻ്റ് ആയിട്ട് സ്ക്വാഡിലേക്ക് കൊണ്ടുവന്ന് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പേസ് ബൗളിങ്ങിൻ്റെ കാര്യത്തിലാണ് ആ ഒരു പ്രശ്നം. വിദേശ പേസ് ബൗളിങ്ങിൽ പതിരാനയുടെ ആബ്സെൻസ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഉമ്രാൻ മാലിക്കും പ്രശാന്ത് സോളങ്കിയും കാർത്തിക് ത്യാഗിയും സൗരഭ് ദ്യൂബയും പിന്നെ ഇങ്ങനെയുള്ള താരങ്ങളാണ് ബൗളിങ്ങിൽ. പിന്നെ അവരുടെ പ്രധാനപ്പെട്ട ആയുധം വരുൺ ചക്രവർത്തി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമേയില്ല. അപ്പോൾ ഇതാണ് അവരുടെ ഒരു സ്ക്വാഡിൻ്റെ കാര്യം. നമുക്ക് ആ ഒരു പ്രതീക്ഷ ഒരല്പം
മങ്ങിയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പരിക്ക് അവരെ വലച്ചു കളഞ്ഞിട്ടുണ്ട്. 6-ാം സ്ഥാനത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ്. സൺറൈസേഴ്സ് ഹൈദരാബാദ് പൊട്ടണം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകളുണ്ട്. അതായത് ഈ 100-ലെ ആ ഒരു ഓപ്ഷന് ശേഷം സംഭവിച്ചതാണ്. പക്ഷേ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ വെടിക്കെട്ട് കാത്തു നിൽക്കുന്ന നിരവധി പേരുണ്ട്. SRHൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ വേൾഡ് കപ്പിൽ ഇന്ത്യ വിജയത്തിലേക്ക് കൊണ്ടുപോയതിൽ പ്രധാന പങ്കുവഹിച്ച ഇഷാൻ കിഷൻ. അദ്ദേഹത്തിൻ്റെ മിന്നും ഫോം വേൾഡ് കപ്പിൽ ഇടക്കൊന്ന് തപ്പിയെങ്കിലും പിന്നെ ഫോമിലേക്ക് വന്നിട്ടുള്ള നമ്മുടെ അഭിഷേക് ശർമ്മ. അപ്പോൾ ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷ സമ്മാനിക്കുന്നവരാണ്. ഏതായാലും ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് പിന്നാലെ അവർക്ക് ഇപ്പം കാമൻഡു മെൻഡിസിനെ ഒരു സ്ക്വാഡിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ലിയാം ലിവിങ്സ്റ്റൺ അവിടെയുണ്ട്. ഇഷാൻ കിഷന്, ഹെൻറിക് ക്ലാസന്. സോ ബാറ്റിങ്ങിന് വെടിക്കെട്ട് ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മികച്ച ബാറ്റിംഗ് ലൈനപ്പ് തന്നെ അവർക്കുണ്ട്. അതിപ്പോൾ കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ വല്ലാതെ ഒന്നും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് ബൗളിങ്ങിലെ പ്രശ്നമായിരുന്നു. ഇത്തവണയും അതിന് പരിഹാരം കണ്ടിട്ടുണ്ടോ എന്നത് ചോദ്യമാണ്. പാറ്റ് കമിൻസ് ഇവിടെ ഉണ്ടെങ്കിലും അദ്ദേഹം തന്നെ പറഞ്ഞു പല കളികളും താൻ കളിക്കില്ല. ഒരുപക്ഷെ IPLൻ്റെ ബാക്ക് എൻഡിൽ കളിച്ചേക്കും. പിന്നെ പ്ലേ ഓഫ് ഫൈനലൊക്കെ കളിക്കാൻ പറ്റും എന്ന് പറയുക. കുറച്ച് മത്സരങ്ങൾ അദ്ദേഹം കളിക്കാൻ ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. സോ ഇപ്പോൾ ക്യാപ്റ്റനായിട്ട് ഇഷാൻ കിഷനാണുള്ളത്. പിന്നെ അവരുടെ ബൗളിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രൈഡൻ കാർസിൽ നിന്ന് അവർ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. കമിൻസ് ഇല്ലെങ്കിൽ പിന്നെ ബ്രൈഡൻ കാർസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ അവർ ഡേവിഡ് പായനെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ ബൗളേഴ്സ് തന്നെ, അതായത് നമ്മുടെ ഹർഷൽ പട്ടേൽ, അതുപോലെ ജയദേവ് ഉനഡ്കട്, ശിവം മാവി, ഇങ്ങനെയുള്ളവർക്കൊക്കെ വലിയ റോള് വഹിക്കാനുണ്ട്. എത്രത്തോളം സാധിക്കും? ഇസാൻ മലിംഗ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഏതായാലും അവരുടെ ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ ആശങ്കയുണ്ട്. നമ്മളിപ്പം അവർക്ക് 6-ാം സ്ഥാനമാണ് കൊടുക്കുന്നത്. CSK 5-ാം സ്ഥാനത്ത്. നമ്മൾ ഈ ഓപ്ഷൻ കഴിഞ്ഞ പാടെ CSK കൊടുത്തിരുന്നത് പവർ റാങ്കിങ്ങിൽ 7-ാം സ്ഥാനമാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് 5-ാം സ്ഥാനത്താണ്. അതിൻ്റെ കാരണം ട്രേഡൊക്കെ കഴിഞ്ഞ് സഞ്ജു എത്തി എന്നുള്ളത് മാത്രമല്ല, സഞ്ജുവിൻ്റെ മിന്നും ഫോമും കൂടിയാണ്. വേൾഡ് കപ്പിലൊക്കെ പൊളിച്ചടുക്കിയത് കൊണ്ട് സഞ്ജുവിന് ഉണ്ടാകുന്നൊരു ആത്മവിശ്വാസമുണ്ട്. അത് കളിക്കളത്തിൽ CSKക്ക് അനുകൂലമായി ഒരു വെടിക്കെട്ടായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഋതുവും സഞ്ജുവുമാണ് ഓപ്പണർമാരെന്നുള്ളത് ഓൾറെഡി അവർ ഇപ്പോൾ സ്ഥിരീകരിച്ച് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ CSKയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും അവരുടെ ബാറ്റിംഗ് ലൈനപ്പ് ഇത്തവണ കുറച്ചുകൂടി മെച്ചപ്പെട്ടാണ്. കഴിഞ്ഞ തവണ ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ബാറ്റിങ്ങിനുണ്ടായിരുന്നു. പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചു. സഞ്ജു ഒരു ഒറ്റമൂലി എന്ന രൂപത്തിൽ കാണണം. സർഫ്രാസ് ഖാനെ അവർ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡേവിഡ് ബ്രവിസ്, ഋതുരാജ് ഗെയ്ക്വാദ്, സഞ്ജു സാംസൺ, ആയുഷ് മാത്രേ, പിന്നെ മാത്യു ഷോട്ടിനെ അവർ എത്തിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാവുന്ന പോലെ ശിവൻ ദ്യൂബെ വേൾഡ് കപ്പിൽ മിന്നും ഫോമായിരുന്നു ഓൾറൗണ്ടർ. ശിവൻ ദ്യൂബയ്ക്ക് അദ്ദേഹത്തിന് അത് തുടരാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ ആരാധകർക്കുണ്ട്. പിന്നെ പ്രശാന്ത് വീറൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി ടീമിലേക്ക് എത്തിച്ച താരമാണ്. അതുപോലെ തന്നെ സഞ്ജു സാംസൺ, കാർത്തിക് ശർമ്മ, രണ്ടുപേരും വിക്കറ്റ് കീപ്പർ ബാറ്റർമാരാണ്. അതിൽ ആരാവും കീപ്പ് ചെയ്യുക എന്നുള്ളത് കണ്ടിരണം. പക്ഷേ കാർത്തിക് ശർമ്മയെ ബാറ്റർ എന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താം. ഊർവിൽ പട്ടേലും അതുപോലെ തന്നെയാണ്. MSD ഏത് പൊസിഷനിൽ കളിക്കുമെന്നുള്ള ചോദ്യം അപ്പോൾ സ്വാഭാവികമായിട്ട് വരും. സോ ബാറ്റിങ്ങിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഓൾമോസ്റ്റ് അവർ ഇപ്പം പരിഹരിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. ബൗളിങ്ങിൽ എല്ലിസ് പോയതൊരു തിരിച്ചടിയാണ്. എല്ലിസ് റൂൾഡ് ഔട്ട് ആയതൊരു തിരിച്ചടിയാണ്. പകരം വന്ന സ്പെൻസർ ജോൺസൺ വളരെ എക്സ്പെൻസീവാണ് പലപ്പോഴും. സോ സ്പെൻസർ ജോൺസനെ കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാറ്റ് ഹെൻറിക്ക് പിടിപ്പത് ജോലി ഉണ്ടാവും. ഖലീൽ അഹമ്മദും മാറ്റ് ഹെൻറിയും ഒക്കെ ചേർന്നുകൊണ്ട് പിന്നെ മുകേഷ് ചൗധരി, ഇവരൊക്കെ ചേർന്നുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. പിന്നെ സ്പിൻ ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ എന്തായാലും നൂർ അഹമ്മദ് തന്നെയായിരിക്കും. കഴിഞ്ഞ തവണ മികച്ച പ്രകടനം നടത്തിയ നൂർ അഹമ്മദ് തന്നെയായിരിക്കും അവരുടെ പ്രധാന ആയുധം. പിന്നെ അഖിൽ ഹുസൈനെ കൊണ്ടുവന്നിട്ടുണ്ട്. രാഹുൽ ചാഹറുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ ബെറ്ററാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവർക്ക് 5-ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്. പിന്നെ 4-ാം സ്ഥാനത്താണ് RCB. അപ്പോൾ നമ്മുടെ ഈ ഓപ്ഷൻ കഴിഞ്ഞ സമയത്ത് നമ്മൾ അവതരിപ്പിച്ച പവർ റാങ്കിങ്ങിൽ അവരുണ്ടായിരുന്നത് 3-ാം സ്ഥാനത്തായിരുന്നെങ്കിൽ ഇപ്പോൾ 4-ാം സ്ഥാനത്താണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ബൗളിങ്ങിൽ ഹേസൽ വുഡ് ഇപ്പോഴും അദ്ദേഹം ഇവിടെ ഉണ്ട്. പക്ഷേ എത്ര കളി അദ്ദേഹത്തിന് മിസ്സാവുന്നത് കണ്ടറിയണം. തുഷാരക്ക് ക്ലിയറൻസ് ലഭിച്ചിട്ടില്ല. യാഷ് ദയാൽ
പുറത്തായി. ഈ IPL കളിക്കില്ല എന്ന് തന്നെ കൺഫേം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് അവരെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് 4ാം സ്ഥാനം കൊടുക്കുന്നത്. പക്ഷേ RCB ആണ് ഇപ്പോൾ കഴിഞ്ഞ തവണ എല്ലാവരും എഴുതി തള്ളിയിടത്ത് നിന്ന് അവർ കിരീടം കൊണ്ടാണ് പോയത്. ആ കിരീടം നേടിയ ടീമിൻ്റെ കോറ് അതുപോലെ തന്നെ അവർ നിലനിർത്തിയിട്ടുണ്ട്. ക്യാപ്റ്റൻ രജത് പട്ടീദാറും ടിം ഡേവിഡും പിന്നെ സാക്ഷാൽ കിങ് കോഹ്ലിയും ദേവദത്ത് പടിക്കലും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. കൂടാതെ ജേക്കബ് ബത്തൽ വേൾഡ് കപ്പിൽ ഇന്ത്യക്കെതിരെ നടത്തിയ ആ ഒരു കിടിൽ ഇന്നിങ്സില്ലേ, അത് വല്ലാത്തൊരു ഇന്നിങ്സ് ആയിരുന്നു. സോ അദ്ദേഹം ആ ഫോം ഇവിടെ തുടരുമോ എന്നുള്ളത് കണ്ടറിയണം. ബാറ്റിംഗ് ഓൾറൗണ്ടറാണ്. കൂടാതെ ഒരു വെങ്കിടേഷ് അയ്യരെ വലിയ പ്രതീക്ഷയോടുകൂടി കൊണ്ടുവന്നതാണ്. അദ്ദേഹത്തെ അവർ ഉപയോഗപ്പെടുത്തും. പിന്നെ ബാക്കി റൊമാരിയോ ഷെഫേർഡും അതുപോലെ കൃണാൽ പാണ്ഡ്യയും ഇങ്ങനെയൊക്കെയുള്ള ഓൾറൗണ്ടർമാരെല്ലാം കൂടി ചേരുമ്പോൾ മികച്ച ടീമുണ്ട്. പിന്നെ ഫിൽ സാൾട്ടിൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയണം. ഫിൽ സാൾട്ട് കൂടാതെ ജോർഡൻ കോക്സിനെ അവർ എത്തിച്ചിട്ടുണ്ട്. ജിതേഷ് ശർമ്മയുണ്ട്. ഇതൊക്കെ വിക്കറ്റ് കീപ്പർ ബാറ്റർമാരുടെ സാന്നിധ്യം, മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർമാരുടെ സാന്നിധ്യം എല്ലാവർക്കും ഉണ്ട്. ബൗളിങ്ങിലാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം. തുഷാരയുടെ ക്ലിയറൻസ് കിട്ടാത്തതും ഹേസൽ വുഡ് ചില കളികൾ മിസ്സാവുന്നതും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ അപ്പോൾ ജേക്കബ് ഡഫിക്ക് ഒരു പ്രധാനപ്പെട്ട റോൾ വഹിക്കാനുണ്ട്. ജേക്കബ് ഡഫിയും ഭുവനേശ്വർ കുമാറും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും. പിന്നെ സുയാഷ് ശർമ്മ സ്പിൻ ബൗളിങ്ങിൽ പ്രധാന റോൾ അദ്ദേഹത്തിനായിരിക്കും. പിന്നെ ബാക്കി ബൗളർമാർ ഇപ്പോൾ വിക്കി ഓസ്വാൾ, അഭിനന്ദൻ സിംഗ്, റഷീഖ് സലാം ദാർ, സ്വപ്നിൽ സിംഗ് ഇങ്ങനെയുള്ള ബൗളർമാരുടെ ലഭ്യതയും അവിടെയുണ്ട്. ഏതായാലും ഓൾറൗണ്ടർ റോളിൽ കൃണാൽ പാണ്ഡ്യ 4 ഓവർ എറിയും എന്ന് തന്നെ വേണം കരുതാൻ. അപ്പം മോശമല്ല. കഴിഞ്ഞ തവണ അവർ കിരീടത്തിലേക്ക് പോയ ടീമിൻ്റെ കോർ അവിടെ തന്നെ ഉണ്ട്. ആ ഒരു ഊർജ്ജത്തിൽ അവർ ഇത്തവണയും കപ്പ് കൊണ്ടുപോകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പിന്നെ 3ാമതാണ് DC. ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ 1ാം സ്ഥാനത്താണ് DCയെ ഓപ്ഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ അവതരിപ്പിച്ചിരുന്നത്. ഇപ്പോൾ എന്തായാലും ചെറിയ ചില പ്രശ്നങ്ങൾ, സ്റ്റാർക്ക് എന്ന് കളിക്കും എന്നുള്ളത് കണ്ടറിയണം. പിന്നെ പിൻവാങ്ങിയല്ലോ, ഇംഗ്ലീഷ് താരത്തിൻ്റെ പിൻവാങ്ങൽ, ബെൻ ടക്കറിൻ്റെ പിൻവാങ്ങൽ നമ്മൾ കണ്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവവികാസങ്ങൾ അവരുടെ സ്ക്വാഡിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട്. ഡേവിഡ് മില്ലറും പിന്നെ പത്തുൻ നിസാങ്ക മിന്നും ഫോമിലാണ് വേൾഡ് കപ്പ് കളിച്ചത്. അത് അദ്ദേഹം തുടരുമെന്ന് പ്രതീക്ഷിക്കാം. നിതീഷ് റാണ, കരുൺ നായർ, അതുപോലെ തന്നെ പൃഥ്വി ഷോക്ക് അദ്ദേഹത്തിൻ്റെ ഫോം തിരികെ പിടിച്ചിട്ടുണ്ട്. പിന്നെ അശുതോഷ് ശർമ്മയെ നമ്മൾ പറയണം. അശുതോഷ് ശർമ്മ, അതുപോലെ തന്നെ അക്സർ പട്ടേൽ, ഇന്ത്യൻ T20 വേൾഡ് കപ്പ് വിജയിച്ച ടീമിൻ്റെ വൈസ് ക്യാപ്റ്റൻ. അതുപോലെ തന്നെ ആക്കിബ് നബി ധാറിന് അവർ കൊണ്ടുവന്നത് പ്രധാനപ്പെട്ട ഒരു ഇൻക്ലൂഷനായിരുന്നു. പിന്നെ ഇത്തവണ ഓപ്പണറായിട്ട് ഇറങ്ങും KL രാഹുൽ എന്ന് പറയുന്നു. പിന്നെ അദ്ദേഹത്തോടൊപ്പം തന്നെ ട്രിസ്റ്റൻ സ്റ്റബ്സ് ഉണ്ട്, അഭിഷേക് പോറലുണ്ട്. സോ മികച്ച ബാറ്റിംഗ് നിര അവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ബൗളിങ്ങിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സ്റ്റാർക്കിൻ്റെ അവൈലബിലിറ്റിയിൽ ഒരാശങ്കയുണ്ട്. എന്നാൽ പോലും ബാക്കി താരങ്ങൾ ഇപ്പോൾ ചമീര, KL ജാമീസൺ, ലുങ്കി എങ്കീഡി തുടങ്ങിയ വിദേശ താരങ്ങൾ, പിന്നെ നമ്മുടെ ടി നടരാജൻ, പിന്നെ സ്പിൻ ബൗളിങ്ങിനാണെങ്കിൽ കുൽദീപ് യാദവ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള താരങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവർ അഡ്ജസ്റ്റ് പേസ് ബൗളിങ്ങിൽ മുകേഷ് കുമാറിൻ്റെ സാന്നിധ്യം, ഇതൊക്കെ അവർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഏതായാലും നമ്മൾ അവർക്ക് 3ാം സ്ഥാനമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. 2ാം സ്ഥാനത്ത് മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞ ഓപ്ഷൻ കഴിഞ്ഞപ്പോൾ 2ാം സ്ഥാനമാണ് അവർക്ക് കൊടുത്തിരുന്നത്. ആ 2ാം സ്ഥാനത്ത് തന്നെയാണ് ഇത്തവണയും നമ്മൾ അവരെ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അതിപ്പോൾ വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുപോലെ ഇന്ത്യൻ കോറാണ് അവരുടെ ടീമിൻ്റെ ശക്തി എന്ന് പറയുന്നത്. പിന്നെ വേൾഡ് കപ്പ് വിജയിച്ചതിൽ പ്രധാനപ്പെട്ട റോള് വഹിച്ച ഹാർദിക് പാണ്ഡ്യ നായകനായിട്ട് ടീമിനെ നയിക്കുമ്പോൾ രോഹിത് ശർമ്മയും തിലക് വർമ്മയും വേൾഡ് കപ്പ് നായകൻ സൂര്യകുമാർ യാദവും അങ്ങനെ ഒരു സൂപ്പർ സ്ക്വാഡും കൊണ്ട് തന്നെയാണ് അവരിറങ്ങുന്നത്. ഇന്ത്യൻ താരങ്ങളുടെ നിര, പിന്നെ ബൗളിങ്ങിൽ ജസ്പ്രീത് ബുംറയുടെ സാന്നിധ്യം, അതൊക്കെ ഇന്ത്യൻ കോറാണ് അവരുടെ ടീമിൻ്റെ ഒരു ശക്തി എന്ന് തന്നെ പറയണം. പിന്നെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇല്ലാത്ത താരങ്ങൾ ഇപ്പോൾ നമൻദിർ, അതുപോലെ തന്നെ ഡാനിഷ് മലബാർ, ഓൾറൗണ്ടേഴ്സായിട്ടാണെങ്കിൽ വിദേശ താരങ്ങളുണ്ട്. അതായത് ഷെർഫിൻ റുദർഫോർഡ്, കോർബിൻ ബോഷ്, മിച്ചൽ സാൻഡറൊക്കെ വല്ലാത്ത ഫോമിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാവർക്കും അറിയാമല്ലോ. വിൽ ജാക്സ്, വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിൻ്റെ തകർപ്പൻ പ്രകടനം നടത്തിയ വിൽ ജാക്സ്, ഇങ്ങനെയുള്ള നല്ല ഓൾറൗണ്ടർമാരുടെ സാന്നിധ്യം. വിക്കറ്റ് കീപ്പിംഗ് ആണെങ്കിൽ 2 സൗത്ത് ആഫ്രിക്കക്കാർ ഒരുപോലെ, കിൻഡൻ ഡീകോക്കും റിയാൻ റിക്കിൾട്ടനും, ഒരാൾ പ്ലേയിങ് ലെവലിൽ എത്തുന്നു കരുതാം. അല്ലെങ്കിൽ റോബിൻ മിൻസിൻ്റെ സാന്നിധ്യം വിക്കറ്റ് കീപ്പർ ബാറ്റർമാരുടെ നിരയിലുണ്ട്. ബൗളിങ്ങിൽ ബൂമ്ര മാത്രമല്ല, ട്രെൻ ബോൾട്ട് അവിടെയുണ്ട്, നോക്കണം. സോ അവർ 2 പേരും ചേർന്നുകൊണ്ട് നല്ല നാശം വിതക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം ദീപക് ചാഹർ ഉണ്ട്. ഓപ്പണിംഗ് സ്പെല്ലിലൊക്കെ വലിയ
നാശം വിതക്കാൻ കെൽപ്പുള്ള ട്രെന്റ് ബോൾട്ടിനൊപ്പം ചേർന്നുകൊണ്ട് അപകടം വിതക്കാൻ കെൽപ്പുള്ള താരം. അങ്ങനെയുള്ള സംഭവങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെയുണ്ട്. സോ മോശമല്ലാത്ത ബൗളിംഗ് ലൈനപ്പും അതുപോലെയുള്ള ബാറ്റിംഗ് ലൈനപ്പും ഒക്കെ ആയിട്ട് മുംബൈ ഇന്ത്യൻസ് വരുമ്പോൾ അവർ 2ാം സ്ഥാനത്ത്. 1ാം സ്ഥാനത്ത് നമ്മൾ PBKSനെയാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. PBKS നമ്മൾ കഴിഞ്ഞ ദിവസം അവരുടെ സ്ക്വാഡ് റിവ്യൂ കൃത്യമായി ചെയ്തിരുന്നു. അത് നമ്മൾ പറഞ്ഞത് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്വാഡും കൊണ്ടാണ് ഇത്തവണ PBKS വരുന്നത് എന്നുള്ളതാണ്. അത് ഒന്നുകിൽ എല്ലാം ക്ലിക്കായി വലിയ നേട്ടത്തിലേക്ക് പോകും, അല്ലെങ്കിൽ എല്ലാം കൂടെ താഴെ കിടക്കാൻ സാധ്യതയുണ്ട്. എന്നാലും നിലവിൽ നമ്മൾ 1ാം സ്ഥാനം കൊടുക്കുന്നത് PBKSനാണ്. ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻ, അപ്പം പ്രിയാൻഷ് ആര്യ, അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം പൊളിച്ചെടുക്കാൻ കപ്പാസിറ്റിയുള്ള മറ്റ് സഹ ഓപ്പണർമാർ എല്ലാവരും കൂടി ചേരുമ്പോൾ മികച്ച രൂപത്തിലുള്ള ഒരു സ്ക്വാഡ് അവർക്കുണ്ട്. നഹാൽ വധേര, അതുപോലെ ഹർനൂർ സിംഗ്, പിന്നെ ഓൾറൗണ്ടേഴ്സായിട്ട് പറയുമ്പോൾ മിച്ചൽ ഓവനുണ്ട്, ശശാങ്ക് സിംഗ്, സുയാൻ ഷെഡ്ഗെ, അസ്മത്തുള്ള ഒമർസായി, പ്രവീൺ ദ്യൂബെ, മുഷീർ ഖാൻ ഇപ്പോൾ അദ്ദേഹം നല്ല ഫോമിലാണ്. മാർക്കോ യെൻസനെ കുറിച്ച് ഞാൻ ഇനി പ്രത്യേകിച്ചൊന്നും പറയേണ്ടില്ലല്ലോ. ഓസ്ട്രേലിയക്കാരൻ കൂപ്പർ കനോലി ഉണ്ട്, മാർക്കസ് ടോയിനിസ് ഉണ്ട്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ്. ഓപ്പണിങ്ങിന് നമ്മൾ പറഞ്ഞല്ലോ പ്രിയാൻ ഷാരിക്കൊപ്പം ഓപ്പൺ ചെയ്യാൻ പ്രഭ്സിമ്രാൻ സിംഗ് ഉണ്ട്. 2 പേരും ചേർന്നുകൊണ്ടുള്ള ഒരു വെടിക്കെട്ട് തുടക്കം. വിക്കറ്റ് കീപ്പർ ബാറ്റർ ആയിട്ട് പ്രഭ്സിമ്രാൻ സിംഗിനെ കളിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ വിഷ്ണു വിനോദ് അവിടെയുണ്ട്. ബൗളിംഗ് നോക്കുകയാണെങ്കിലും മികച്ച എക്സ്പീരിയൻസ് ഒക്കെയുള്ള ബൗളിംഗ് ആണ്. അർഷ്ദീപ് സിംഗ് വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം. ഒപ്പം തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്പിൻ ബൗളർ യുഷ്വേന്ദ്ര ചാഹൽ അവിടെയുണ്ട്. അതുപോലെ ഹർപ്രീത് ബ്രാറിൻ്റെ സാന്നിധ്യം അവർക്ക് ഗുണം ചെയ്യും. വിദേശ പേസർമാരാണെങ്കിൽ ലോക്കി ഫെർഗൂസൻ ഉണ്ട്, ബെൻ ഡോർഷിസ് ഉണ്ട്, സേവിയർ ബാറ്റ്ലെറ്റ് ഉണ്ട്. സോ എല്ലാം കൊണ്ടും വളരെ മികച്ച ഒരു സ്ക്വാഡാണ് അവരുടേത്. അതുകൊണ്ട് ഇത്തവണ നിലവിൽ കളി തുടങ്ങും മുമ്പ് കിരീട സാധ്യതയിൽ മുന്നിൽ നമ്മൾ കാണുന്നത് PBKSനെയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പവർ റാങ്കിങ്, ആ പവർ റാങ്കിങ്ങിലെ ഓരോ പോസ്റ്റിനും പറയണം. 1 PBKS, 2 MI, 3 DC, 4 RCB, 5 CSK, 6 SRH, 7 KKR, 8 LSG, 9 GT, 10 KKR. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.